കേരളത്തിൽ നമ്മുടെ മെഡിക്കൽ കോളേജുകളിലും അതോടൊപ്പം DHSന് കീഴിലുള്ള ആശുപത്രികളിലും വാസ്തവത്തിൽ 2020-21 മുതലാണ് SHA നിലവിൽ വന്നതിന് ശേഷമാണ് കാർഡിയോളജിക്കൽ ഇൻ്റർവെൻഷൻസിന് കൂടുതലായിട്ട് പണം അനുവദിക്കാനായിട്ട് തുടങ്ങിയത്. ഇപ്പം നമ്മളൊരു കണക്ക് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും 2020-21 അന്ന് ക്ലെയിം ഉണ്ടായിരുന്നത് 9,500 2020-21, അതായത് കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന വർഷം. തൊട്ടടുത്ത വർഷത്തിലേക്ക് ഈ സർക്കാരിൻ്റെ ആദ്യ വർഷമായപ്പോഴേക്കും അത് 17,800 ഉയർന്നു. 17,800 ആളുകൾക്ക് സംസ്ഥാനത്തുടനീളം നമ്മുടെ ആരോഗ്യ പരിരക്ഷയിലൂടെ, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയിലൂടെ കാർഡിയോളജിക്കൽ പ്രൊസീജിയർ ചെയ്യാനായിട്ട് സാധിച്ചു. അതോടൊപ്പം ഈ 9 വർഷത്തെ ഒരു കാലം നമ്മൾ നോക്കിയാൽ നേരത്തെ 5 മെഡിക്കൽ കോളേജുകളിലാണ്, തിരുവനന്തപുരവും കോട്ടയവും അതുപോലെ ആലപ്പുഴ, തൃശ്ശൂർ, കോഴിക്കോട്, പിന്നെ നമ്മൾ ഏറ്റെടുത്ത കണ്ണൂരും, ഇവിടെ ആണ് കാത്ത് ലാബുകൾ ഉണ്ടായിരുന്നത്. ഈ ഒരു ഘട്ടത്തിൽ സംസ്ഥാനത്തെ എല്ലാ ജില്ലാ ആശുപത്രികളിലും, ഇപ്പോൾ ജില്ലാ ആശുപത്രികളിൽ ഇനി കാത്ത് ലാബ് ആലപ്പുഴ മെഡിക്കൽ കോളേജിലുണ്ട്, ആലപ്പുഴ ജില്ലാ ആശുപത്രിയിൽ നമ്മൾ സ്ഥാപിക്കുന്നു. ഇനി ജില്ല അസച്ച് കാത്ത് ലാബ് സ്ഥാപിക്കാനുള്ളത് ഇടുക്കി മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലായിടത്തും 12 ഇടത്തും പുതുതായിട്ട് 11 ഇടത്തും പുതുതായിട്ട് കാത്ത് ലാബുകൾ വന്നു. 11 നമുക്ക് ആലപ്പുഴയും ഇടുക്കിയും മാത്രം ശേഷിക്കുമ്പോൾ 12 ഇടത്ത് പുതുതായിട്ട് കാത്ത് ലാബുകൾ വന്നു. അതുമാത്രമല്ല പലയിടത്തും ഒന്നിലധികം കാത്ത് ലാബുകൾ വന്നു. ഞാനിത് പറഞ്ഞത് ഇപ്പോൾ 2016 മുൻപുള്ള ഒരു സമയം എങ്ങനെയാണെന്ന് വെച്ചാൽ അന്നത്തെ വിവിധ തരത്തിലുള്ള സ്കീമുകളാണല്ലോ, അതിൽ ഇത് കവർ ചെയ്യപ്പെട്ടിരുന്നില്ല. അപ്പോൾ അന്ന് മൊത്തത്തിൽ നമ്മൾ കാരുണ്യ ബെനവലൻ ഫണ്ടിൻ്റെയൊക്കെ കണക്ക് പരിശോധിച്ചാൽ 500 പേർക്ക് ഒക്കെ, അല്ലെങ്കിൽ അത് തന്നെ എല്ലാ തുകയും അതിലൂടെ കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അപ്പോൾ 2020-21 മുതലാണ് കാർഡിയോളജിക്കൽ ഇൻ്റർവെൻഷൻസിന് പണം കൊടുക്കാനായിട്ട് ആരംഭിച്ചത്. അതിൽ തന്നെ 7,500 എന്നുള്ളതിൽ നിന്നും ഈ സർക്കാരിൻ്റെ ആദ്യ കാലഘട്ടമായപ്പോഴേക്കും 17,000-ത്തിലധികം ആളുകൾക്കായി. ഇപ്പോൾ കഴിഞ്ഞ വർഷം, ഇപ്പോൾ ഈ വർഷം ഇതുവരെ, ഇപ്പോൾ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള ഒരു കണക്കെടുത്താൽ അവിടെ 16,000-ത്തിലധികം ആളുകൾക്ക്, നമുക്ക് സെപ്റ്റംബർ വരെ മാത്രമുള്ളൊരു കണക്കെടുത്താൽ 16,000-ത്തിലധികം ആളുകൾക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതായത് അത്രയും പേർക്ക് നമുക്ക് ഫ്രീ ട്രീറ്റ്മെൻറ്റ്, ക്ലെയിം എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ അത്രയും പേരെ സൗജന്യ ചികിത്സ കാർഡിയോളജി പ്രൊസീജിയറുകൾക്ക് കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായും ഞാൻ പറഞ്ഞത്, ഓരോ വർഷം കഴിയും തോറും ഈ കണക്ക്, ഈ തുക വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആ സൗജന്യ ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് വേണ്ടി നമുക്ക് ഉണ്ടായിട്ടുള്ള അല്ലെങ്കിൽ ആ ബാധ്യത, ആ കുടിശ്ശിക, അത് കൊടുത്തു തീർത്ത് തന്നെയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത്, ഇത് ഈ എക്യുപ്മെൻറ്റ്സ് പറയുമ്പം സ്റ്റെൻറ്റ്, കൺസ്യൂമബിൾസ് ഉണ്ട്, സ്റ്റെൻറ്റ് ഉണ്ട്, ഗൈഡ് വയർ ഉണ്ട്, കത്തീഡ്രൽ ഉണ്ട്, ബലൂണുകളുണ്ട്, അത് നിർമ്മിക്കുന്ന കമ്പനികളുണ്ട്, ഇതിന് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഉണ്ട്, വിതരണക്കാരുണ്ട്. അപ്പോൾ അതാത് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്നാണ് ഇത് വാങ്ങിച്ചുകൊണ്ട് ഇരിക്കുന്നത് പലതവണ. അപ്പോൾ ഇത് ഓരോ തവണയും വർഷം കൂടുന്തോറും ഈ തുക വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അത്രയും പേർക്ക് ഇപ്പോൾ സൗജന്യ ചികിത്സ കൊടുത്തു എന്നുള്ളത് കൊണ്ടാണ് അടുത്ത വർഷം ഇതിലും കൂടുതലായിരിക്കും അടുത്ത വർഷം നമ്മുടെ ക്ലെയിം ഉണ്ടാവുക. തീർച്ചയായിട്ടും സർക്കാർ അത് ഏറ്റെടുത്തുകൊണ്ട്, സർക്കാരിൻ്റെ നയമാണ് എല്ലാവർക്കും പരമാവധി ആളുകൾക്ക് അത് കൊടുക്കുക എന്നുള്ളതാണല്ലോ. അപ്പോൾ 2016 മുൻപത്തെ 30,000 രൂപയിൽ നിന്നും 40,000 കുടുംബങ്ങളിൽ നിന്നും 5 ലക്ഷം രൂപ ഒരു വർഷം കവറേജും 42 ലക്ഷം കുടുംബങ്ങൾക്ക് അതിൻ്റെ ബെനിഫിഷ്യറീസ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ആ 40,000 എന്നുള്ളത് 42 ലക്ഷം കുടുംബങ്ങൾ, 30,000 രൂപ ഒരു വാർഷിക കവറേജ് ഇതെന്നുള്ളത് 5 ലക്ഷമായിട്ട് മാറി. അപ്പോൾ ഇപ്പോൾ ഈ ഒരു എല്ലാ കാലങ്ങളിലും അവർ ഇത് പ്രൊവൈഡ് ചെയ്യും, എന്നിട്ട് ഇത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, പിന്നീട് സർക്കാർ കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഏറ്റവും അധികം ഇപ്പോൾ ഈ വർഷം നമ്മൾ നോക്കിയാൽ കഴിഞ്ഞ വർഷം 1,500 കോടി രൂപയാണ് സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. ഇത് കൊടുത്തു തന്നെയാണ് പോരുന്നത്. അതിൽ കുടിശ്ശിക ഉള്ളത് കൊടുക്കുക തന്നെ ചെയ്യും. കാരണം നമ്മുടെ ആളുകൾക്ക് സൗജന്യ ട്രീറ്റ്മെൻറ്റ് കൊടുത്തതാണല്ലോ നമ്മുടെ സർക്കാർ സംവിധാനത്തിൽ, സർക്കാരിൻ്റെ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുത്ത സൗജന്യ ചികിത്സയാണ്. അത് സർക്കാരിൻ്റെ നയമാണ്. അത് ആളുകളെ ചേർത്ത് പിടിക്കുക എന്നുള്ള നമ്മുടെ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് അത് കൊടുത്തു വരുന്നത്. കുടിശ്ശിക ഇനിയും കൊടുക്കണം എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ സർക്കാർ DME ചുമതലപ്പെടുത്തിയിരുന്നു. ഇവരിങ്ങനെ ഒരു പ്രശ്നങ്ങൾ, ഇങ്ങനെ പലയിടത്തും പ്രശ്നങ്ങൾ പറയുന്നു എന്ന് മാധ്യമങ്ങളിൽ ഇങ്ങനെ വാർത്ത വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ മെഡിക്കൽ കോളേജുകളുമായി ബന്ധപ്പെട്ട് ഇവരുമായിട്ട് സംസാരിക്കുന്നതിന് വേണ്ടി ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷനെ ചുമതലപ്പെടുത്തി.
ഡയറക്ട് മെഡിക്കൽ എഡ്യൂക്കേഷന് ചുമതലപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരുമായിട്ട് സംസാരിച്ച് കുറച്ച് തുക നൽകുകയും പിന്നീട് ബാക്കിയുള്ളത് ഘട്ടം ഘട്ടമായി നൽകുകയും ചെയ്യാം എന്നുള്ളതാണ് ആ യോഗത്തിൽ പറഞ്ഞത്. അവരത് എഗ്രി ചെയ്ത് ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 1.5 കോടി രൂപ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൊടുത്തു. മറ്റു ചില മെഡിക്കൽ കോളേജുകൾ അവർക്ക് ലഭ്യമായ തുകയുടെ അടിസ്ഥാനത്തിൽ 6.5 കോടി കൊടുത്തവരുണ്ട്, 10 കോടി കൊടുത്തവരുണ്ട്. അപ്പോൾ അവർക്ക് ലഭ്യമായ കാസ്പിൻ്റെ പണം അനുസരിച്ചിട്ട് 100 കോടി രൂപ ധനവകുപ്പ് തന്നപ്പോൾ അതിനനുസരിച്ചിട്ട് അവർക്ക് തുക കൊടുത്ത് അവർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷെ പിന്നീട് നമ്മൾ കണ്ടത് ഈ ഒരു ജെന്റിൽമാൻ എഗ്രിമെൻ്റ് ആണല്ലോ DMEയും ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് കമ്പനികളുമായിട്ട്. കമ്പനി എന്ന് പറയുമ്പോൾ വിതരണക്കാരാണ്, കമ്പനികളല്ല വിതരണക്കാരാണ്. അപ്പോൾ അവരുമായിട്ട് സംസാരിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ചിലയിടങ്ങളിൽ അവർ പണം വാങ്ങിച്ചെങ്കിലും പിന്നീട് അത് കൊടുക്കാത്ത സാഹചര്യമുണ്ട്. ഇന്നലെ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അത് മാത്രമല്ല, ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകാൻ പോകുന്നു എന്ന് പറഞ്ഞൊരു മാധ്യമം ആണെന്നാണ് പറഞ്ഞത്. ഞാൻ അതിങ്ങനെ കൊടുത്തുകൊണ്ടേയിരിക്കുന്നു, ഇതെടുത്തുകൊണ്ട് പോകാൻ പോകുന്നു, 1-2 മാധ്യമങ്ങൾ ഇതെടുത്തുകൊണ്ട് പോകാൻ പോകുന്നു. അപ്പോൾ അതെങ്ങനെയാണ് അവർക്കറിയുക? ഈ ഉപകരണം എടുത്തുകൊണ്ട് പോകാൻ ആയിട്ട് അവർ ശ്രമിക്കുന്നു. ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുമ്പോൾ ഈ പറഞ്ഞ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഒരു പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി ഉൾപ്പെടെ 11 പ്രൊസീജിയർ ചെയ്തിട്ടുണ്ട്. പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ അല്ല, ഷെഡ്യൂൾ ചെയ്തത് ഉൾപ്പെടെ ഷെഡ്യൂൾ ചെയ്യാത്ത പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി അന്നേരം തന്നെ വളരെ സിവിയർ ഇതായിട്ട് വന്ന് പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി അത് ചെയ്തിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ്. എല്ലാ മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരത്ത് 10 പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ട്. ആൻജിയോപ്ലാസ്റ്റി പേസ് മേക്കർ ചെയ്തിട്ടുണ്ട്, പേസ് മേക്കർ വെക്കുന്നത് ഉൾപ്പെടെയുള്ള പ്രൊസീജിയേഴ്സ്. എനിക്ക് തൃശ്ശൂരാണോ കണ്ണൂരാണോ 21 പ്രൊസീജിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ മെഡിക്കൽ കോളേജുകളിലും ഇത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ടുള്ളൊരു അജണ്ടയുടെ ഭാഗമാണ്. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ വർഷങ്ങളിലാണ് ഏറ്റവും കൂടുതൽ കാർഡിയാക് പ്രൊസീജിയേഴ്സ്. എന്തുകൊണ്ടാണ് ഇത് കൂടുന്നതെന്നുള്ളതല്ലേ? അത് കൂടുന്നത് കാത്ത് ലാബുകൾ കൂടുതൽ സ്ഥാപിച്ചു സംസ്ഥാന സർക്കാരിൻ്റെ നയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കിഫ്ബിയിലൂടെ. തുടങ്ങുമ്പോൾ കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന കാലത്ത് 8,000 പേർക്കാണ് സൗജന്യ ചികിത്സ കാർഡിയോളജി പ്രൊസീജിയറിന് മാത്രം നൽകിയിരുന്നത്. ഇന്ന് ഞാൻ പറഞ്ഞ ഏപ്രിൽ മുതൽ സെപ്റ്റംബർ വരെയുള്ള ഈ സാമ്പത്തിക വർഷത്തെ കണക്ക് മാത്രം എടുക്കുമ്പോൾ 16,000-ൽ അധികം ആളുകൾക്ക് ഫ്രീ ട്രീറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ഈ കൺസ്യൂമബിൾസും അതിനനുസരിച്ച് നമ്മൾ വാങ്ങുമല്ലോ. ആ വാങ്ങുന്നതിന് പണം കൊടുത്തു തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഗവൺമെൻറ്റാണ് ഇപ്പുറത്തുള്ളത്. അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ്. പക്ഷേ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്ന് വിതരണക്കാർ ഉപകരണം എടുത്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം, അവർക്ക് നേരിട്ട് കയറി എടുത്തുകൊണ്ട് പോകാൻ കഴിയുന്ന ഒരു സംവിധാനമല്ലത്. അതൊരു ട്രസ്പാസിംഗ് ആയിട്ടേ കാണാൻ സാധിക്കുള്ളൂ. അത് കൃത്യമായിട്ടുള്ള അജണ്ടയോടെ ഈ സമയത്ത് ഇപ്പോൾ പ്രൊസീജിയർ നടക്കുന്നുണ്ട്. അത് നടക്കണമെന്നുള്ളതാണ്. ഗവൺമെൻറ് അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു പ്രതിസന്ധി സൃഷ്ടിക്കാനായിട്ട് ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ശ്രമിച്ചപ്പോൾ നമ്മൾ കണ്ടത് HLL ഒരു പൊതുമേഖലാ സ്ഥാപനമല്ലോ, അവർ വഴി ഈ കൺസ്യൂമേഴ്സ് മെഡിക്കൽ കോളേജിൽ എത്തിക്കാൻ ശ്രമിച്ചു. എന്താ ചെയ്തതെന്നറിയാമോ? HLLൻ്റെ പ്രതിനിധികൾ പറഞ്ഞിട്ടാണ് നമുക്കറിയുന്നത്. അവർക്ക് കമ്പനികൾ കൊടുക്കുന്നതിനെ മുടക്കാനായിട്ട് ശ്രമിച്ചു. HLL എന്നുള്ള പൊതുമേഖലാ സ്ഥാപനത്തിന് ഈ കൺസ്യൂമബിൾസ് ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ കൊടുക്കുന്നതിന് ഇവർ തടയിടാൻ ശ്രമിച്ചു. അത് കൊടുക്കാൻ പറ്റില്ല എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ ആ നിലയിലൊരു സമീപനം സ്വീകരിച്ചു ഇടപെട്ടു എന്ന് HLL ആണ് നമ്മളോട് പറഞ്ഞത്, ഗവൺമെൻറ്റിൻ്റെ പ്രതിനിധികളോട് പറഞ്ഞത്. DME ആണ് ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതേതായാലും ഗവൺമെൻറ് ഇതിനെ കാണുന്നത്, നമ്മളിത് കുടിശ്ശികയുള്ളത് കൊടുക്കുക തന്നെ ചെയ്യും. കാരണം അത്രയും ആളുകൾക്ക്, നമ്മുടെ മാതാപിതാക്കൾക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക് പ്രൊസീജിയർ ചെയ്താണ്. ഇനിയും നമ്മൾ അത് അവർ പ്രതിനിധികളുമായിട്ട് സംസാരിച്ചിട്ട് അവർക്ക് കൊടുക്കും. ഒരു കാര്യം കൂടി ചെയ്തിട്ടുണ്ട്. ഇനി ഡയറക്റ്റ് ആയിട്ട് ഗവൺമെൻറ് KMCL വഴി തന്നെ ഈ പ്രൊക്യൂർമെൻറ്റ് നേരിട്ട് കമ്പനികളിൽ നിന്ന് ഈ ഇത്തരത്തിലുള്ള ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ മാറ്റിക്കൊണ്ട് നേരിട്ട് കമ്പനികളിൽ തന്നെ KMCL അതിന് കോൺട്രാക്റ്റ് എടുത്തുകൊണ്ട്, റണ്ണിങ് കോൺട്രാക്റ്റ് എടുത്തുകൊണ്ട് ആ രീതിയിൽ കൺസ്യൂമേഴ്സ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതൊരു വലിയ തീരുമാനമാണ്. അങ്ങനെയെങ്കിൽ വിതരണക്കാർ ഒഴിവാക്കുകയാണോ ചെയ്യുന്നത്? അല്ല, അത് ഒഴിവാക്കേണ്ടതായിട്ട് വരുമല്ലോ. അതായത് ഈ ഇത്രയും കഴിഞ്ഞ ദിവസവും DME നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് പണം കൊടുത്തിരുന്നു. എല്ലാം കൊടുത്തില്ല, കുടിശ്ശിക കൊടുക്കുക തന്നെ ചെയ്യും. അപ്പുറത്ത് ഗവൺമെൻറ് ആണല്ലോ, ഗവൺമെൻറ്റാണ് ഇപ്പുറത്ത് ഉള്ളത്. ഈ ഓവർ ദ ഇയേഴ്സ് എന്നാണ് ഇത് ഇത്രയും തുക, ഇത്രയും ഫ്രീ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രൊസീജിയേഴ്സ് കാസ്പിലൂടെ നടക്കാൻ തുടങ്ങിയത് ഈ ഒരു കാലഘട്ടത്തിലാണ്. മിനിസ്റ്റർ ഇപ്പോൾ പറഞ്ഞത് വലിയൊരു കാര്യമാണ്. അപ്പോൾ ഈ വിതരണക്കാരെ ഒഴിവാക്കിക്കൊണ്ട് KMCL വഴി ഉപകരണങ്ങൾ എത്തിക്കുക എന്ന് പറയുന്നത് വലിയ തീരുമാനമല്ലേ? ഇവർക്ക് കുടിശ്ശിക കൊടുക്കാനുള്ളത് കൊടുക്കുക തന്നെ ചെയ്യും. അവർ തന്നിട്ടുള്ള കൺസ്യൂമേഴ്സിന് കൊടുക്കാനുള്ളത് കൊടുക്കുക തന്നെ ചെയ്യും. അത് നേരത്തെ അവരെ അറിയിച്ചിരുന്നതാണ്. പക്ഷെ ഭാവിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കും. ഇപ്പോൾ മനഃപൂർവ്വമായിട്ട് ആരോഗ്യവകുപ്പിനെ അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജിനെ അപമാനിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമമല്ലേ? ഇപ്പോൾ പ്രൈവറ്റ് സ്ഥാപനങ്ങളും സർക്കാർ സ്ഥാപനങ്ങളും ഒന്നിച്ചെടുത്താൽ, കാർഡിയോളജിസ്റ്റുകളുടെ അസോസിയേഷൻ നടന്നപ്പോൾ അവർ പറഞ്ഞെന്താണെന്നറിയോ? അവരുടെ കണക്കുകൾ എടുത്തിട്ട് കാർഡിയോളജിസ്റ്റുകൾ, 2 മേഖലയിലെയും കാർഡിയോളജിസ്റ്റുകൾ ഒന്നിച്ചിരുന്ന് കാർഡിയോളജിസ്റ്റുകളുടെ സംഘടന, ഈ അടുത്തിടെയാണ് അസോസിയേഷൻ നടന്നത്,
അവരുടെ കണക്കനുസരിച്ച് ഏറ്റവും കൂടുതൽ കാർഡിയോളജിക്കൽ പ്രൊസീജിയേഴ്സ് നടക്കുന്നത് സർക്കാർ മെഡിക്കൽ കോളേജുകളിലാണ്. ഇപ്പോൾ അതിനകത്ത് കോഴിക്കോടുണ്ട്, അതിനകത്ത് കോട്ടയമുണ്ട്, അതിനകത്ത് തിരുവനന്തപുരമുണ്ട്, അതിനകത്ത് കണ്ണൂരുണ്ട്, ആലപ്പുഴയുണ്ട്, അങ്ങനെ എല്ലാ മെഡിക്കൽ കോളേജുകളും ഏതാണ്ട് എല്ലാ മെഡിക്കൽ കോളേജിലും അതിൽ വരുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇത്രയും ഇപ്പോൾ ആളുകൾക്ക് ഇവരുടെ ഇപ്പോൾ ഗൈഡ് വയർ ആണെങ്കിലും അതല്ല സ്റ്റെൻഡ് ആണെങ്കിലും വാങ്ങിച്ചതിൻ്റെ പണം അത് കൊടുക്കാനുള്ളത്, അത് ഫ്രീ ട്രീറ്റ്മെൻറ്റ് നമ്മൾ കൊടുത്തതാണ്, അത് കൊടുക്കുക തന്നെ ചെയ്യും. ഭാവിയിൽ തീർച്ചയായിട്ടും അതിന് പിന്നിൽ ഒരു അജണ്ടയുണ്ട് എന്നുള്ളത് കാണുന്നുണ്ട്. ഒരു അജണ്ടയുണ്ട്, ഒരു കൃത്യമായിട്ടുള്ള അജണ്ടയുണ്ട്. ഇന്ന് എല്ലാ മെഡിക്കൽ കോളേജുകളിലും പ്രൊസീജിയർ നടക്കുന്നുണ്ട്. ഇത് സർക്കാർ ബദൽ സംവിധാനത്തിലൂടെ ഇപ്പോൾ ഇവരോട് സംസാരിച്ചവർക്ക് പണം കൊടുക്കാമെന്ന് പറഞ്ഞു, പണം കൊടുത്തു കഴിഞ്ഞിട്ട് അവർ സപ്ലൈ ചെയ്യാത്തൊരു സാഹചര്യത്തിൽ ഇവരെ നമ്മൾ HLL വഴി പൊതുമേഖലാ സ്ഥാപനം വഴി കൊടുക്കുന്നതിന് ശ്രമിക്കുമ്പോൾ HLL പ്രതിനിധികൾ പറയുന്നു അവരിവിടെ കേരളത്തിൽ ഈ ഉപകരണങ്ങൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അതിൽ സമ്മർദ്ദം ചെലുത്തുന്നു എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പോൾ അത് എങ്ങനെയാണ് നമുക്ക് അംഗീകരിക്കാനായിട്ട് കഴിയുക? ഇപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഒരാൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെങ്കിൽ അവിടെയാണ് സർക്കാർ അത് ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട്. എങ്ങനെയാണ് അല്ലാതെ ഇപ്പോൾ സർക്കാരിൽ ഇത്രയും കാത്ത് ലാബുകൾ വരുന്നതിന് മുൻപ് ആൻജിയോപ്ലാസ്റ്റിക്കൊക്കെ പുറത്ത് 5-6 ലക്ഷം രൂപയായിരുന്നു. ഇപ്പോൾ സർക്കാരിൻ്റെ ഇടപെടൽ മൂലം, ഇൻ്റർവെൻഷൻ മൂലം, ചികിത്സ വികേന്ദ്രീകരിച്ചത് മൂലം വലിയ രീതിയിൽ മറ്റുള്ളവരും അത് കുറയ്ക്കുന്നതിന് തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാണുന്നത് നമ്മൾ കൊടുത്ത ചികിത്സയുടെ അത് നമ്മുടെ പ്രിയപ്പെട്ട നമ്മുടെ ആളുകൾക്ക് നമ്മൾ കൊടുത്തതാണ്, നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മൾ സഹോദരങ്ങൾക്കും കൊടുത്ത് അത് തീർച്ചയായിട്ടും അത് കുടിശ്ശിക അത് കൊടുത്ത് തീർക്കും. അത് നേരത്തെ തന്നെ DME അവരുമായിട്ട് ഗവൺമെൻറ് ചുമതലപ്പെടുത്തിയ പ്രകാരം ഡയറക്ടർ മെഡിക്കൽ എഡ്യൂക്കേഷൻ നടത്തിയ ചർച്ചയിൽ അവരെ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് KMCL നടപടിക്രമങ്ങളുണ്ട്. അവർക്ക് കോൺട്രാക്ട് വിളിക്കുന്ന പല കമ്പനികൾ കാണുമല്ലോ. അപ്പോൾ അവരിൽ നിന്ന് കൊട്ടേഷൻ വിളിക്കുകയോ ടെൻഡർ വിളിക്കുകയോ അത് ഏതാണ് എളുപ്പം എന്നുള്ളത് ഇന്ന് ഒരു ഉന്നതതല യോഗം ഗവൺമെൻറ് ചേർന്നിരുന്നു. മന്ത്രിസഭാ യോഗത്തിന് ശേഷം ഞാൻ വന്ന് എൻ്റെ ഇവിടെ ഓഫീസിൽ ഒരു ഹൈ ലെവൽ മീറ്റിംഗ് ഞാൻ ഇന്നലെ തന്നെ എല്ലാവരെയും അറിയിച്ചിരുന്നു. എല്ലാവരും ഇന്ന് രാവിലെ 12-11:30 മണിയാകുമ്പോൾ ഓഫീസിൽ എത്തണമെന്ന് പറഞ്ഞിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ എല്ലാവരും എൻ്റെ ഓഫീസേഴ്സ് എല്ലാവരും എത്തി. അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉൾപ്പെടെ DME, KMCLയുടെ പ്രതിനിധികൾ, അതുപോലെ SHAയുടെ പ്രതിനിധികൾ എല്ലാവരും എത്തിച്ചേർന്നു. DHSൻ്റെ പ്രതിനിധികളും എത്തിച്ചേർന്നിരുന്നു. അവരുടെ കൂടി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ ഉണ്ടെന്നുള്ളത് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ട് അത് ഗവൺമെൻറ് ഒരു തരത്തിലും അത് ആ നിലയിൽ അത് അംഗീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. നമ്മൾ അത്രയും പ്രൊസീജിയേഴ്സ് ചെയ്യുന്നു. ഞാൻ പറഞ്ഞില്ലേ ഇന്ന് തന്നെ എത്ര പ്രൊസീജിയേഴ്സാണ്, ഞാൻ ഈ കണക്കെടുക്കുകയായിരുന്നു, എത്ര പ്രൊസീജിയേഴ്സാണ് ഓരോ മെഡിക്കൽ കോളേജിലും ചെയ്തിട്ടുള്ളത്. പക്ഷേ പൊതുവിൽ പുറത്തേക്ക് കൊണ്ടുവരുന്ന ധാരണ എന്താണ്? മെഡിക്കൽ കോളേജിൽ സ്റ്റെൻഡ് ഇല്ല, മെഡിക്കൽ കോളേജിൽ ഗൈഡ് വയർ ഇല്ല, മെഡിക്കൽ കോളേജിൽ കത്തീഡ്രൽ ഇല്ല, മെഡിക്കൽ കോളേജിൽ ബലൂൺ ഇല്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്നാൽ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നു, ആൻജിയോപ്ലാസ്റ്റിക്ക് ഇതെല്ലാം വേണമല്ലോ, സ്റ്റെൻഡ് വേണം, മറ്റാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ വേണം. ഇനി ആൻജിയോഗ്രാം ചെയ്തുവാണെങ്കിലും ആവശ്യമായിട്ടുള്ള മറ്റ് കൺസ്യൂമബിൾസ് വേണമല്ലോ. അപ്പോൾ ഈ കുടിശ്ശിക കൊടുക്കാനുള്ളത് കൊടുക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ 1500 കോടി രൂപ എന്നുള്ളത് ഞാൻ പറഞ്ഞില്ലേ, ഒരു 9 വർഷങ്ങൾക്ക് മുൻപ് ഒരു കുടുംബത്തിന് ഒരു വർഷം ലഭിച്ചിരുന്നത് പരമാവധി 30,000 രൂപയാണ്. എത്ര കുടുംബങ്ങൾക്ക് അങ്ങനെ ലഭിച്ചിരുന്നു? 40,000 കുടുംബങ്ങൾ. ഇന്നോ ഒരു കുടുംബത്തിന് 5 ലക്ഷം രൂപ ലഭിക്കുന്നു. എത്ര കുടുംബങ്ങൾക്ക് ലഭിക്കുന്നു? 42 ലക്ഷം കുടുംബങ്ങൾക്ക് ലഭിക്കുന്നു. നമ്പർ ഓഫ് ക്ലെയിംസ് കൂടെ നോക്കിയാൽ ഈ മാറ്റം നമുക്ക് കാണാൻ കഴിയും. കാത്ത് ലാബുകളുടെ എണ്ണം, അത്രയും കാത്ത് ലാബുകൾ വന്നപ്പോൾ അത്രയും പ്രൊസീജിയേഴ്സ് സർക്കാരിൽ കൂടി. ഏത് കാലഘട്ടത്തിലാണ്? ഈ ഒരു കാലഘട്ടത്തിലാണ് ഏറ്റവും അധികം കാത്ത് ലാബുകൾ വന്നിട്ടുള്ളതെന്ന് കാണാൻ സാധിക്കും. അതുകൊണ്ട് വളരെ അതാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, വളരെ ഗൗരവത്തോടെയാണ് ഇത് കാണുന്നത്. അതിൽ കൃത്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്തു തന്നെയാണ് പോകുന്നത്. ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധി സൃഷ്ടിക്കാനുള്ള ശ്രമങ്ങളിൽ വളരെ ബോധപൂർവമായിട്ട് എങ്ങനെയാണ് ഒരു മെഡിക്കൽ കോളേജിൽ അതിക്രമിച്ച് കയറി അങ്ങനെ എടുക്കാനായിട്ട് കഴിയുക? അപ്പോൾ അത് ആ നിലയിൽ അങ്ങനെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത് വളരെ കൃത്യമായ അജണ്ടയോട് കൂടിയാണ് എന്നുള്ളത്. അതെടുക്കുക മാത്രമല്ല, അത് ഒരു വീഡിയോ എടുത്തിട്ട് ദേ ഇങ്ങനെ ചെയ്യുന്നു എന്ന് പറയുന്നു. എന്താണ് അവരുടെ ഇൻറ്റൻഷൻ? ഇപ്പോൾ അവർക്ക് അങ്ങനെ ഒരു പ്രതിസന്ധി ഏത് ഡിസ്ട്രിബ്യൂട്ടർ നേരിടുന്നുണ്ടെങ്കിൽ എന്താണ് അവരുടെ ഉദ്ദേശം? ഒരു വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുന്നതിലൂടെ എന്താണ് അവരുടെ ഉദ്ദേശം? അപ്പോൾ വളരെ കൃത്യമായിട്ടുള്ളൊരു ഇൻറ്റൻഷൻ അവർക്കുണ്ട്. ഇൻറ്റൻഷൻ എന്താണ്? സർക്കാർ സംവിധാനങ്ങളെ അപകീർത്തിപ്പെടുത്തുക. ആർക്ക് വേണ്ടിയിട്ടാണത്? അത് ആലോചിക്കണം. ആർക്ക് വേണ്ടിയിട്ടാണ് അത് എന്നുള്ളത്. അവിടെയാണ് പല ധനകാര്യ മാസികകളും അല്ലെങ്കിൽ നിങ്ങളൊക്കെ തന്നെ മാധ്യമപ്രവർത്തകനെ റിപ്പോർട്ട് ചെയ്തിട്ടുപോലെ കേരളത്തിൽ നടക്കുന്ന ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റ്, നിക്ഷേപം എത്രയാണെന്ന് പരിശോധിക്കേണ്ടത്. അതെന്തുകൊണ്ടാണെന്ന്. ഒരു വശത്ത് വലിയ നിക്ഷേപം ഉണ്ടാകുന്നു, ഒരു ബെഡിന് 2.5 കോടി രൂപ ഉണ്ടാകുന്നു. മറുവശത്ത് സർക്കാർ ഒറ്റ കാര്യമുള്ളൂ, എത്ര കാത്ത് ലാബുകൾ ഉണ്ടായിരുന്നു 9 വർഷത്തിന് മുൻപ്?
ഇന്ന് എത്ര കാത്ത് ലാബുകളുണ്ട് എല്ലാ ജില്ലാ ആശുപത്രികളിലും, ഇടുക്കിയിലും ആലപ്പുഴ ജില്ലാ ആശുപത്രി, ആലപ്പുഴ മെഡിക്കൽ കോളേജിലുണ്ട്. ബാക്കി എല്ലായിടത്തും കാത്ത് ലാബുകൾ സ്ഥാപിച്ചു. ഒരു കാത്ത് ലാബിൽ എത്ര പ്രൊസീജിയേഴ്സ് ഒരു ദിവസം നടക്കും? നമ്പർ ഓഫ് ബെനിഫിഷ്യറീസിൻ്റെ എണ്ണം നമ്മൾ കണക്കിലെടുക്കുമ്പോൾ അപ്പോൾ ഒരു 3 ഇരട്ടി 500, ഒരു 500 എന്നുള്ളതിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ മൊത്തം കണക്കെടുക്കുമ്പോൾ 30,000 പേർക്കാണ്. അപ്പോൾ 500-ൽ നിന്ന് 30,000 ക്ലെയിമിലേക്ക് മാറുക എന്ന് വെച്ചാൽ അത് കേരളത്തിൽ ഉണ്ടാക്കുന്ന ഒരു മാറ്റമില്ലേ സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം? അപ്പം അത് അങ്ങോട്ട് അംഗീകരിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ അല്ലെങ്കിൽ ചില ആളുകളുണ്ട് എന്നുള്ളത് വേണം മനസ്സിലാക്കാൻ. ഇതിന് പിന്നിൽ കൃത്യമായ അജണ്ടയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ കുടിശ്ശിക നമ്മൾ കൺസ്യൂമേഴ്സ് വാങ്ങിച്ചിട്ട് ഉള്ളത് അത് വെച്ച് പ്രൊസീജിയറുകൾ സാധ്യമാക്കിയിട്ടുള്ളത് കുടിശ്ശിക കൊടുക്കുക തന്നെ ചെയ്യും. അതുകൊണ്ടാണല്ലോ ഒരു വർഷം നമുക്ക് 1,500 കോടി രൂപയാണ് ആകുന്നത്. അതോടൊപ്പം തന്നെ ഭാവിയിൽ ഇതിനൊരു ശാശ്വതമായിട്ടുള്ള പരിഹാരമുണ്ടാകും. ആ ശാശ്വതമായിട്ടുള്ള പരിഹാരം എന്നുള്ളത് KMCL-ന് ഇവരുമായിട്ട് ഒരു കോൺട്രാക്റ്റ് ഉണ്ടാകാം, റണ്ണിങ് കോൺട്രാക്റ്റോ എന്താണത് എന്ന് വെച്ചാൽ അത് ഉണ്ടായിട്ട് അതിനനുസരിച്ചിട്ട് ഉള്ള പ്രൊക്യൂർമെൻറ്റ് അത് എത്ര ഓരോ മെഡിക്കൽ കോളേജിലും ഓരോ DHS-ൻ്റെ ജില്ലാ ആശുപത്രിയിൽ, തിരുവനന്തപുരം ജില്ലാ ആശുപത്രിയിൽ, ജനറൽ ആശുപത്രിയിൽ എത്ര സ്റ്റെൻറ്റ് വേണം ഒരു മാസം, എത്ര ഗൈഡ് വയർ വേണം, എത്ര ബലൂൺ വേണം കണക്കെടുക്കുക, അതിനനുസരിച്ചിട്ടുള്ള അവൈലബിൾ ആക്കുക. അത് KMCL വഴി അത് ലഭ്യമാക്കാം. അത് കുറച്ചുകൂടി ലാഭത്തിൽ നമുക്ക് കിട്ടും, കമ്പനികളിൽ നിന്ന് നേരിട്ടല്ലേ, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇല്ലാതെ തന്നെ. അതിന് തടസ്സം നിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ നിയമപരമായിട്ടുള്ള നടപടികൾ, കാരണം അങ്ങനെ ഒരു ഇതുണ്ടെന്നാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ പ്രതിസന്ധി സൃഷ്ടിക്കുമ്പോൾ ഇവർക്ക് കുടിശ്ശിക കൊടുക്കാനുള്ളത് ഒന്നിച്ചു കൊടുക്കാനായിട്ടല്ല, ഘട്ടം ഘട്ടമായിട്ട് കൊടുക്കാനാണ് നമ്മൾ ശ്രമിച്ചത്. അപ്പോൾ ശ്രമിക്കുമ്പോൾ അപ്പോഴും സപ്ലൈയിൽ കൊടുക്കുന്നില്ല, മൊത്തം കൊടുക്കണം അല്ലെങ്കിൽ ഇന്നത് വരെ അത് കിട്ടിയേ പോളൂ എന്ന് വെച്ചാൽ അത് ഗവൺമെൻറ്റാണ് അപ്പുറത്ത് നിന്ന് DME ആണ് പറയുന്നത് അത് ഈ നിലയിൽ നമുക്ക് തരുന്നതാണ് എന്ന് പറയുമ്പോൾ അത് കേൾക്കാത്തൊരു നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോവുക മാത്രമല്ല ഇതിൽ ഇത്തരത്തിലുള്ള പ്രചരണം കൂടി നടത്തുമ്പോൾ തീർച്ചയായിട്ടും അതിൽ ശക്തമായിട്ടുള്ളൊരു തീരുമാനം എടുത്ത് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇതിന് പിന്നിൽ ഒരു അജണ്ടയുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഒരു കാര്യമേ ഉള്ളൂ, സർക്കാർ ആശുപത്രികളിൽ നാം പരമാവധി അത് ശ്രമിക്കും. കാരണം നമ്മൾ